Radhika, really touching. Well done. Thank you, sir. വിട്ടുകള കൽപ്പനെ, ഒരു മാലയല്ലല്ലോ നമ്മുടെ പ്രശ്നം. അത് അവള് കൊണ്ടുപോവാണേ കൊണ്ടുപോട്ടെ. മാലയല്ല എന്റെ പ്രശ്നം, മാനക്കേടാ. അവളെപ്പോലെ ഒരുത്തിയുടെ മുമ്പിൽ തോറ്റു എന്ന് പറഞ്ഞ അത് നിസ്സാര കാര്യമാണോ? ഓ, ദേ വരുന്നു എന്റെ അടി. ഏട്ടത്തി എന്നോട് ദേഷ്യപ്പെടില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ. ദേ, നീ ഇനി ഒന്നും പറയാൻ നിക്കണ്ട. അവൾക്ക് പറയാനുള്ളത് പറയട്ടെ കൽപ്പനെ. നമ്മൾ തമ്മിൽ എല്ലാരും കൂടി മത്സരം നടത്തി. സത്യം പറഞ്ഞ അതിന്റെ ഒരു ആവശ്യമില്ലായിരുന്നു. എന്നിട്ട് ഞാൻ ജയിച്ചു, നീ തോറ്റു എന്നൊക്കെ പറയാ. ഇതിന്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? ദേ, നീ വലിയ പുണ്യാളത്തെ ചമയൊന്നും വേണ്ട. ജയിക്കാനുള്ള തന്ത്രങ്ങളൊക്കെ നീ ചെയ്തില്ലേ? ഓ, എന്നെ അവരുടെ മുന്നിൽ നല്ല പേര് കിട്ടുകയും ചെയ്തല്ലോ. എന്നിട്ട് അവൾക്ക് താല്പര്യമില്ലായിരുന്നു പോലും. ഏട്ടത്തി ഒന്ന് മനസ്സിലാക്ക്. ഏട്ടത്തിക്ക് വേണമെങ്കിൽ ഈ മത്സരത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറായിരുന്നല്ലോ. ഞാൻ ചെയ്ത എന്റെ അഹങ്കാരമാണെന്ന് എല്ലാരും പറയും. നീ എന്താ ഉദ്ദേശിക്കുന്നത്? വേറൊന്നും അല്ല, എനിക്ക് കിട്ടിയ മാലയുണ്ടല്ലോ, വേണമെങ്കിൽ ഞാനത് ഏട്ടത്തിക്ക് തരാൻ തയ്യാറാ. എന്താ നിനക്കത് വേണ്ടേ? അതിനേക്കാൾ വലിയൊരു കാര്യം എനിക്ക് വേണ്ടേ. നമ്മൾ തമ്മിൽ ആദ്യം ഒന്ന് അടുത്ത് വന്നത്, ഇതിനിടയിലും ഈ നശിച്ച മത്സരം. അതങ്ങ് മറന്നീ കേട്ടത്തി. നമുക്കേ പഴയതുപോലെ പരസ്പരം സഹായിച്ചും പ്രശ്നങ്ങള് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി ജീവിക്കാം. ഏട്ടത്തി എനിക്കൊരു കാര്യം നടത്തി തന്ന ആ മാല ഞാൻ ഏട്ടത്തിക്ക് തരാം. ഞാൻ സത്യമായിട്ട് പറയുന്നതാ. കാര്യം പറ. എന്റെ ചേച്ചി അഭിനയിക്കുന്ന ആ സിനിമയുണ്ടല്ലോ, അത് പൂർത്തിയാവാൻ പാടില്ല. ഓ, അല്ല അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ? എന്തെങ്കിലും ചെയ്യണം. ഞാൻ ആഗ്രഹിച്ച കാര്യം തട്ടിയെടുക്കുന്നത് പോലെ അത് ചേച്ചിക്ക് കിട്ടിയത്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്കത് പൊറുക്കാൻ പറ്റില്ല. അതിന് ഷൂട്ടിംഗ് നടത്തുന്നത് നമ്മുടെ ആളുകളൊന്നും അല്ലല്ലോ, പിന്നെ എന്ത് ചെയ്യാനാ? പറ്റും. പ്രിയങ്ക പറയുന്നത് ചെയ്തു കൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റും. പക്ഷേ ഒരു കാര്യമുണ്ട്. സിനിമ മുടക്കണമെങ്കിൽ അല്പം ക്രൂരമായി എന്തെങ്കിലും ചെയ്യേണ്ടി വരും. അപ്പൊ പിന്നെ ചേച്ചിയാണ് രക്ഷിക്കണമെന്ന് പറഞ്ഞ് നിലവിളിച്ചോണ്ട് വരരുത്. അങ്ങനെ ഒന്നും ഞാൻ ചെയ്യില്ല. ഏട്ടത്തി എന്താന്ന് വെച്ചാ ചെയ്തോ. ചേച്ചി അങ്ങ് ചത്തുപോയാൽ എനിക്കൊരു കുഴപ്പമില്ല. എന്നാ പിന്നെ നീ പോയിക്കോ, ഞാനൊന്ന് ആലോചിക്കട്ടെ. നീ വന്നതും പറഞ്ഞതൊന്നും നീ ഷൂട്ട് ചെയ്യുന്നില്ലല്ലോ അല്ലേ? ചെറിയമ്മയ്ക്ക് എന്നെ സംശയമാണെങ്കിൽ ഇതാ പരിശോധിച്ചോ. സംശയമൊന്നുമില്ല, നീ ചെല്ല്. അതെ, സിനിമ മുടങ്ങിയാല് ആ മാല കൽപ്പനയ്ക്ക് കൊടുത്തേക്കണം. ഞാൻ വാക്ക് മാറില്ല. വിളിക്കാം വിളിക്കാം. പറഞ്ഞേ. ആ, നീ എന്താ ഇവിടെ? ഇതുവഴി പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു.
ആലോചിച്ചപ്പോൾ വരുൺ ഇവിടെ ഉണ്ടല്ലോ. ആ പിന്നെ നമ്മുടെ കുടുംബത്തിൽ ഒരാൾ തന്നെയല്ലേ അഭിനയിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് കയറാന്ന് കരുതി. ആ അതെന്തായാലും നന്നായിടാ. നീ വാ, ഞാനേ ഡയറക്ടറെ പരിചയപ്പെടുത്തി തരാം. വാ. ഓക്കെ നീ കഴിച്ചിട്ടാണോ വന്നേ? ഓക്കെ. രാധിക, നെക്സ്റ്റ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് നമ്മുടെ സിനിമയുടെ ക്ലൈമാക്സ് പോർഷനാണ്.